ഇപ്പം 11 മണി കഴിഞ്ഞു. അഭിഷേക് താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മലയാളം താഴെ എത്തിയിട്ടുണ്ട്. വേറെ ആരില്ല, ജാൻമണി. വന്നിട്ടുണ്ട്. അപ്പൊ ഒരു സർപ്രൈസ് കൊടുക്കാൻ നമ്മള് ചെറിയൊരു പിണക്കത്തിലൊക്കെ ആയിരുന്നു, അതുകൊണ്ട് സംസാരിച്ചിട്ട് ഇപ്പൊ നേരിൽ കണ്ടിട്ട് എന്തായാലും ഒരു 4 months ആയിട്ടുണ്ട്. സർപ്രൈസ് ഒരു സെൽഫി കിട്ടോ ഇഫ് യു ഡോണ്ട് മൈൻഡ്. രതീഷേട്ടൻ വന്നിട്ടുണ്ട്. ജാൻമണി കുറെ കലയില് കണ്ടിട്ട് രതീഷുണ്ട്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ തൃശ്ശൂരിലുള്ള ബിനി ഹെറിറ്റേജിലാണുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോഡ്കാസ്റ്റിലോട്ട് 2 ഗസ്റ്റ് വരുന്നുണ്ട്. സോ ഗസ്റ്റിനുള്ള അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബിനി ഹെറിറ്റേജ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബിനി ഹെറിറ്റേജിൽ വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഒരു വൈബും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. റൂം വൈസ് ഐം ടോട്ടലി ഹാപ്പിയാണ്. ലൈക്ക് ക്ലീൻ വൈസ് ആണെങ്കിലും സ്പേസ് വൈസ് ആണെങ്കിലും എല്ലാ രീതിയിലും ഐ എം ടോട്ടലി ഹാപ്പി. ആൻഡ് പോഡ്കാസ്റ്റിലോട്ട് വരുന്ന 2 ഗസ്റ്റ് ആരാന്നുള്ളത് ബിഗ് സർപ്രൈസ് ആണ്. സോ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ബിനി നമുക്ക് റൂം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ അവരെ വെയിറ്റ് ചെയ്യാനും അതിൻ്റെ ഒപ്പം തന്നെ ബിനി ഹെറിറ്റേജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ അതിൻ്റെ ഒപ്പം നിങ്ങളും ജോയിൻ ചെയ്യുക. ലെറ്റ്സ് ഗോ. നമുക്ക് ഇവിടുത്തെ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അശ്വതി ചിപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അവിടുത്തെ മുറുക്ക്, കിഴങ്ങുപ്പേരി, ബോളി, അതേപോലെ ബീട്രൂട്ടിൻ്റെ മുറുക്കൊക്കെ തൊട്ടടുത്ത് തന്നെ. ബീട്രൂട്ടിൻ്റെ ചിപ്സൊക്കെ ഉണ്ട്, അടിപൊളിയാട്ടോ. ആൻഡ് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവരോട് റൂമിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്തത്. അന്വേഷിച്ച് നമ്മൾ മനസ്സിലായത് പോലെ തൊട്ടടുത്തുള്ള അശ്വതി ചിപ്സിലാണ്. അടിപൊളിയാട്ടോ. ഇപ്പം 11 മണി കഴിഞ്ഞു. അഭിഷേക് താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അഭിഷേകിനെ പിക്ക് ചെയ്യാൻ പോവുകയാണ്. അഭിഷേകും ജാൻമണിയാണ് നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത്. സോ അഭിഷേകിനെ നമുക്ക് പിക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ. Hey. വന്നപ്പോൾ തന്നെ ഞാൻ ഈ ചെയറിൽ ഇരിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ബിഗ് ബോസ് ഓർമ്മ വന്നു. കാരണം ഇതുപോലത്തെ ഏകദേശം ഷേപ്പുള്ള ഒരു കസേരയിലാണ് നമ്മുടെ ലാലേട്ടൻ ഇങ്ങനെ വന്നൊരു ഇരിപ്പിരിക്കുന്നത്. സോ ഞാൻ ബിനിയിൽ വന്നിട്ട് ലോബിയിലാണ്. എനിക്ക് ഇവിടുത്തെ ഒരു വൈബ് ടോട്ടലി ഭയങ്കര ഇഷ്ടമായി. അതേപോലെ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഈ സൈഡിൽ ഫുള്ള് ലൈക്ക് ഇവിടുത്തെ ഒരു ഫുഡ് കോർട്ട് സെക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു വൈബ് കൂടി ഞാൻ കാണിച്ചത്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ടൈം 11 കഴിഞ്ഞു. അപ്പോൾ ഈ ടൈമിൽ ഇനി ഒരു വൈബ് എന്ന് വെച്ചാൽ ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അഭിഷേക് വന്നിട്ടുണ്ട്. അഭിഷേക് ഓൾറെഡി അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം, ആ ഒരു സെക്ഷൻ കവർ ചെയ്യാം. ഓക്കെ. ഞാനിപ്പോൾ ഇവിടെ ഫുഡ് കോർട്ടിലാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിൻ്റെ മേലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി പ്രൈവസി ആയിട്ടുള്ള റൂം കിട്ടുമെന്നാണ് പറയുന്നത്. ഇരുന്ന്
കഴിക്കാനും എല്ലാത്തിനും കുറച്ചും കൂടി നമുക്ക് കംഫർട്ടായിട്ട് വേറെ വൈബ് തരുന്ന രീതിയിലാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനൊരു സാധനം കണ്ടു കഴിയുമ്പോൾ അവിടെ അങ്ങനെ ഒരു വൈബ് ഉണ്ട് മനസ്സിലായിട്ട് നേരെ അങ്ങോട്ട് മൂവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ആ ഒരു ഏരിയ. എന്തെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാം. എന്താണ് ഓർഡർ ചെയ്തത്? ഒരു മിനിറ്റ്. ചാർമിനാർ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി, ദം ബിരിയാണി. അത് മറ്റേ ആ സാധനത്തിൻ്റെ പേരെന്താണ്? നൂഡിൽസ് ഫ്രൈ ചെയ്തിട്ടുള്ളത് ആ സാധനമില്ലേ? ഇങ്ങനെ ഒരു എഗ് ആയിട്ട് വരുന്ന ചോപ്സി സ്റ്റൈലിൽ എന്തായാലും ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ഇതാണ് പിസ്സ. मलयालम और हिंदी? हिंदी उत्तराखंड। मुझे हिंदी नहीं मालूम। चलेगा, इतना तो आता है। आपका नाम क्या है? रमेश। रमेश। चाचा मेरे हनी क्या है? हनी सुलेमानी। हाँ, ये चाहिए कौन? नॉर्मल ब्लैक टी 2। ആക്ച്വലി നമ്മൾ ഇന്നലെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ GM ആണ്. ഇവിടെ ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ട്. ആളുടെ പേര് ചാച്ച എന്നാണ്. ചാച്ച आपका इंस्टाग्राम आईडी क्या है? इंस्टाग्राम आईडी नहीं है? रमेश चौरसिया। രമേശ് ചൗരസ്യ. സോ ആൾക്ക് വന്നിട്ട് ഇൻസ്റ്റാഗ്രാം ID ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഫേവറേറ്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് GM കൊണ്ട് ചായ കൊടുക്കും. സോ ചാച്ച എന്നാണ് പേരിട്ടേക്കുന്നത്. അപ്പം ചായ ടോക്സും ചാച്ചയായിട്ട് ഓൾറെഡി നല്ലൊരു കണക്ഷൻ ഉണ്ട്. സുലൈമാനി, ഹണി സുലൈമാനി. ഹണി സുലൈമാനി ഹണി സുലൈമാനി. ഞാൻ നോർമൽ സുലൈമാനി കഴിച്ചിട്ടുണ്ട്. ഹണി സുലൈമാനി പുള്ളിയുടെ സിഗ്നേച്ചർ ഡ്രിങ്ക് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അഭിഷേകിന് ടീ പറയുന്നുണ്ട്, ബ്ലാക്ക് ടീ. അപ്പോൾ അതിൻ്റെ ഒരു ഹണി സുലൈമാനി നോക്കാമെന്ന് വിചാരിച്ചു. നോർമൽ ബ്ലാക്ക് ടീ, 1 ഹണി സുലൈമാനി. എവിടെ? പാരഡൈസ് ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 12:45 ഗൈസ്. സോ നമ്മുടെ പോഡ്കാസ്റ്റ് സൗണ്ട് എനിക്കില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരുന്നുണ്ട് നന്നായിട്ട്. ബട്ട് എന്താണെന്നറിയോ, ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നത് ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ്. ആൾ താഴെ എത്തിയിട്ടുണ്ട്. വേറെ ആരില്ല, ജാൻമണി. പ്രാവശ്യം നമ്മൾ പ്ലാൻ ആക്കിയിട്ടുണ്ട്. കാരണം അഭിഷേക് ഇവിടെ ഉണ്ടെന്നുള്ളത് ജാൻമണിക്ക് അറിയില്ല. അപ്പോൾ ജാൻമണിയെ റൂമിലോട്ട് ആക്കിയിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട ഇടയിൽ അഭിഷേകിന് എൻട്രി കൊടുക്കാനാണ് പ്ലാൻ ആക്കിയിരിക്കുന്നത്. നോക്കാം എന്തായിരിക്കും അവരൊരു ഫേസ് എക്സ്പ്രഷൻ. I look very odd. They came and maybe you have seen it that Kapil Bashir really or not. ബിസിയാണെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കുറച്ച് ഹരിബറി. നമ്മുടെ കേരള സ്ഥലം ഇപ്പം മുഴുവൻ നമ്മളെ തന്നെ കുറച്ച് മിക്കവാറും റെഡി ആവാം. അപ്പോൾ ജാൻമണി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാം. നമ്മൾ ചെറിയൊരു പിണക്കത്തിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് സംസാരിച്ചിട്ട് ഇപ്പം നേരിൽ കണ്ടിട്ട് എന്തായാലും ഒരു 4 മന്ത്സോളം ആയിട്ടുണ്ട്. സർപ്രൈസ് കൊടുക്കാൻ ഒന്നും ഉണ്ടാവില്ല റിയാക്ഷൻ. ഞാൻ ശശികാലം. Ayo, I'm meeting my husband. എത്ര നാളായി? You divorced me in between, no? Now the court trial session going on, so might be again will be better. അതെ, Or a putty adopt ചെയ്യാം. കുട്ടിയാണത്. छे अभिषेक ने नीचे आया था. അയ്യോ പോയാ? फ्रेंड्स बोला अभिषेक को बुलाओ, मैं तुमको बुलाया. ഉണ്ടോ? हाँ दोनों आया था. गया वापस? हाँ बुला के देखो. छे मैं तुम नहीं है बोल के. അയ്യോ So this one I am wearing with. ആക്ച്വലി ഭയങ്കര എന്നോട് ചോദിച്ചു അഭിഷേക് എവിടെ. അഭിഷേക് വന്നിട്ട് അഭിഷേക് ഭയങ്കര ബിസിയാണ്. നാളെ മീറ്റാക്കാന്ന് പറഞ്ഞു. അപ്പൊ ആള് നാളത്തെ ഷൂട്ടിന്റെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ये पहनेंगे हम लोग तो फोटो वगैरह बना रहे हैं. वन का फर्स्ट ये साड़ी लाया था. इसका ब्लाउज
maximum 9 o'clock. Sometimes 11, 12. ആണെങ്കിൽ നമുക്ക് 9 ആകുമ്പോൾ 9 to 10 വരെ ഇവിടുത്തെ കുറച്ച് സെക്ഷൻസ് കവർ ചെയ്യാം. വീട്ടിലെ പോവാ. No, mummy, my friends are coming. I'll come at 3 o'clock. ആക്ച്വലി ഇന്നലെ ജാനു ഉണ്ടായിരുന്നു, അഭിഷേക് ഉണ്ടായിരുന്നു, എല്ലാവരുമായിട്ട് നല്ല അടിപൊളി നൈറ്റ് ആയിരുന്നു. നൈറ്റ് നല്ല മോർണിംഗ് 4 o'clock വരെ ഞാനിവിടെ ഉണ്ടായിരുന്നു. ഉറക്കം ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ വീട്ടിൽ പോയി തിരിച്ചു വന്നിട്ട് ഇപ്പം നമ്മൾ ജാനുവിന് കാലത്ത് ഏർലി മോർണിംഗ് 7 മണിക്കൊക്കെ എണീക്കാന്ന് പറഞ്ഞാൽ ആൾ ഇതുവരെ എണീറ്റിട്ടില്ല. ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല. അപ്പം ഞാൻ എന്താ ഇറങ്ങിയിട്ട് നേരെ ജാനുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് ജാനുവിനെ പിക്ക് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ ഇടയിലുള്ള സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കാണാം. ഓക്കെ, അവസ്ഥ ഒന്നും അറിയില്ല. ഞാൻ എന്തായാലും എനിക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഓൺ ഷൂട്ട്. ഇതാണോ നമ്പർ? ഹലോ, സേ ഗുഡ് മോർണിംഗ്. Good morning. I was dreaming. I thought my bedroom door. Ask me. No problem. ഇങ്ങനെ പെയിൻ ആയിട്ട് ഇങ്ങനെ ബിക്കോസ് ഓഫ് യു ഉള്ളി ചിരിച്ച് 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 എനിക്ക് വീട്ടിലെത്തിയപ്പോ മിണ്ടാൻ പറ്റുന്നില്ല. ഇവിടെ രണ്ടും ഇങ്ങനെ എന്താ പെയിൻ അത്ര അടുത്തിടയ്ക്കൊന്നും ഇത്രയും ചിരിച്ചിട്ടില്ല. It is nice. നൈസ് നൈറ്റ് റൈറ്റ്. എങ്ങനെയുണ്ടായിരുന്നു? ഫുൾ ഉറക്കവും കാര്യങ്ങളെല്ലാം It is so nice and so comfortable. Sometimes hotel you will not get sleep. Like how much good hotel? It's like a 5-star hotel also. You will not get sleep. But seriously, I'm saying I just on the AC and I went to and simple bath I took and I changed and immediately I slept off. And morning when I just came, like I was thinking dreaming. That's why I said okay, open the door because my door always open, my bedroom door. So suddenly I said, oh my god, I'm in hotel. So it is so nice. ബ്രേക്ക്ഫാസ്റ്റ്. Yes. Smell. How's my costume, Jam? Nice, really nice. Okay. See and look at me. ആക്ച്വലി 10 o'clock വരെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. ഈവൻ ഞാനും എണീറ്റപ്പോൾ ലേറ്റായി, ലിറ്റിൽ ബിറ്റ് ലേറ്റായി. സോ പോയിട്ട് ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം. എന്തൊക്കെയാണ് വാട്ട്സ് യുവർ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്? ലൈക്ക് ഇഡ്ലി, ദോശ? Well, let me see. എന്നാലും പൊതുവെ My favorite is puri bhaji. പൂരി ബജി. ഓക്കെ, Mine too. എനിക്ക് പുട്ടും കടലയും. That too. I love kadala. Like if morning, like very hot paratha. Like paratha shouldn't be like half dry. It should be very like crispy dry. And the kadala is great. പുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദോശ, ഇഡ്ലി, ചട്നി, സാമ്പാർ. Because in our house like non-veg is prohibited like anything. Okay. So, and we are from temple caste, you know, so family they will never allow for like So you're pure veg or? in house like family is pure veg. So what do you want for lunch today? Something. What So something? anyways, No, I'm asking, is chicken is okay for you? Chicken curry is okay for you or you want? onion. Okay. Oden? Okay. Veg meals, right? Yeah, I'm becoming Pachamalay, you know. Kadala gravy. So how I'll take kadala gravy? See? So it's like you're on a diet? Yeah. No. No? Okay. This Abhishek Vidya. Abhishek? Abhishek, I don't know, where is he? Maybe he's ഡെഫിനറ്റ്ലി നോട്ട് മേബി. നല്ല ആൾക്കായിരിക്കും, വിളിച്ചു നോക്കാം എന്താന്ന്. ആള് 8:30 വരാന്ന് പറഞ്ഞാണ്.
ഓക്കെ And he said me also. 8:30 വരാമെന്ന് പറഞ്ഞ മഹാനാണ് അഭിഷേക്. 7 മണിക്ക് എണീക്കാന്ന് പറഞ്ഞ മഹതിയാണ് ഇതാ അവിടെ ബ്രെഡ് എടുത്തോണ്ടിരിക്കുന്നത്. ഞാൻ ഓൺ ടൈമിൽ എണീറ്റിട്ടോ. ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. 3 o'clock. No 3 o'clock, it's 4 o'clock. 4 o'clock. നമ്മൾ ചിരിച്ച് കുറേ കാര്യം ഉറങ്ങിയിട്ടില്ല. Then upset പോയി. ഓക്കെ സോ ഗൈസ് ഇതാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ബാക്കി വിശേഷമായിട്ട് വരാം. ഓക്കെ Because yesterday I had a shoot and from there I reached like 9. You started at 9. Yeah, 9. I came and it was very huge traffic. So by 1, By road shooting? Oh my god. The road is gone, no? Completely gone. Completely gone. I don't go by bus now, only by train. No, I don't. Train I do travel. 12:30 you reach. 12:30. പുട്ടും കടല ഇഷ്ടമാണെന്ന് പറഞ്ഞു. ജാനി ചോദിച്ചപ്പോൾ ഇവിടെ വന്നപ്പോൾ പുട്ടും കടല ഉണ്ട്. പക്ഷെ എൻ്റെ മൈൻഡ് മാറി. ഐസെന്നാ പുട്ടും കടല അതുകൂടി ഉണ്ട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മൊത്തം പ്ലാൻ മാറിയിട്ട് ഇപ്പോൾ വടയും ചട്നി എടുത്തു. ഇപ്പോൾ വടയും ചട്നി എടുത്തപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് സോ പ്ലാൻ മാറിയിട്ട് ഇപ്പോൾ ഇതാ 9:38. അപ്പോൾ ബ്രെഡും ബട്ടറും വടയും തുറന്നു. Then I went to no Google Big Boss season 5 participant list. One by one scrolling. Then okay, Sri Devi. Then I got the connection to the Google to your Instagram. So I was reading. ഇഡ്ലി യുവർ ഫേവറേറ്റ് ഇസ് പൂരി ഭാജി അല്ലേ? എനിക്ക് പൂരി ബജി കിട്ടിയിട്ടില്ല. സെറ്റാക്കാം പൂരി ഭാജി നമുക്ക് ഇപ്പം റെഡിയാക്കാം. വേണ്ട. This is very healthy. More than പൂരി ബജി. ഇഡ്ലി കടലക്കറി. ഞാൻ ഇഡ്ഡലി കഴിക്കുന്നു, കടലക്കറി കഴിക്കുന്നു. Heroes. My favorite. നെയ്റോസ്റ്റ് ഇസ് യുവർ ഫേവറേറ്റ്, പൂരി ഇസ് യുവർ ഫേവറേറ്റ്. സദ്യ ഞാനും ഫൈനലി ബ്രെഡിൽ നിർത്തി. വട എടുത്ത് കഴിച്ചില്ല, പുട്ടും കടലയും കഴിച്ചില്ല. ഇപ്പോൾ എൻ്റെ ഇന്നത്തെ സ്ലീപ്പ് സൈക്കിളൊക്കെ മൊത്തം ഡള്ളായതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല. നമസ്കാരം. അത് വേറൊരു ക്യാമറ, രണ്ട് ക്യാമറ പേഴ്സൺസ് ഉണ്ട്. ഹീസ് വിജോയ്, വേറൊരാളുണ്ട് ടീം പാലക്കാട് നിന്ന്. നമ്മുടെ പ്ലാനിങ് ഒക്കെ ആസ് യൂഷ്വൽ നല്ല ഫുള്ളോട് വൈബായിട്ട് തന്നെ പോയി. ഇപ്പം ബിനി ഹെറിറ്റേജിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു. അതായത് നമ്മുടെ തൃശ്ശൂർ റൗണ്ടും ബിനിയും കൂടി കണക്ട് ചെയ്ത് നിന്നിട്ടില്ല ആ ഒരു സംഭവം. കാരണം ഞാൻ തൃശ്ശൂർ വരുന്നത് വളരെ കുറവാണ്. ബിനിയും ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ആ ഒരു ഏരിയ സംഭവം കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി നല്ലൊരു വൈബ് തന്നെ തന്നെ. ആൻഡ് യെസ്റ്റർഡേ നൈറ്റ് ഓൾസോ നമ്മൾ ഭയങ്കര എൻജോയ് ആയിരുന്നു. ഗസ്റ്റും എല്ലാവരുമായിട്ട് ലൈക്ക് നമ്മുടെ ക്യാമ്പ് ടീമും എല്ലാവരും ജാനും ഭീമൊക്കെ ആയിട്ട് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. സോ ഇന്ന് നമ്മുടെ ടാസ്ക് എല്ലാം തുടങ്ങുകയാണ്. മോർണിംഗ് ഷൂട്ടും പോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂവും അതേപോലെ ഓണത്തിൻ്റെ ഷൂട്ടും സംഭവം കാര്യങ്ങളെല്ലാം ജാനും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് യു വൺ തിങ്, ബിഗ് ബോസ് ഇസ് ഗോണ സ്റ്റാർട്ട്. 3-നാണ് ലോഞ്ച്. ആ ഒരു ഫീവർ എല്ലായിടത്തേക്കും, ഈവൻ ബിഗ് ബോസിലെ എക്സ് കണ്ടസ്റ്റൻ്റായ എനിക്കും ബിഗ് ബോസ് പ്രേമികളായ എല്ലാവർക്കും ഒരു ബിഗ് ബോസ് ഫീവർ ഗോണ സ്റ്റാർട്ടോ അതിൻ്റെതായ ഒരു സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ. ഓക്കെ, ചില സംഭവങ്ങളൊക്കെ പ്ലാൻ ആക്കും. ഓക്കെ ക്യാമറ ഓൺ ആക്കുന്നത്. രതീഷ് ചേട്ടാ എങ്ക ഇരിക്കേ? നമ്മുടെ 213 റൈറ്റ്? 213 സെക്കൻഡ് ഫ്ലോർ. പാർക്കിംഗ് ഉണ്ട്. ഹലോ, സെറ്റാക്കാം. അതങ്ങനെ റെക്കോർഡായി. മാഡം സർ ഒരു സെൽഫി കിട്ടോ? ഇഫ്
ഡോണ്ട് മൈൻഡ്. അതിനിവിടെ നിർത്തിയാൽ മതി. അതിവിടെ നിനക്ക് എങ്ങനത്തെ ഫോട്ടോ വേണമെന്നല്ല പറയണേ. നീ ഇവിടെ നിൽക്ക്. അത് ഞാൻ എടുത്തു. ബിസിയാ കണ്ണുണ്ടെന്ന് വരച്ചു വെക്കാനോ, എന്നാലും കാണാൻ പറ്റില്ല. അത് കണ്ണ് കാണാൻ പറ്റുന്നില്ല. സോ ഗൈസ്, ഓൾ സെറ്റ്, റെഡി ഫോർ ദ പോഡ്കാസ്റ്റ്. ഇപ്പം കണ്ടന്റും കാര്യങ്ങളും എന്തൊക്കെയാന്നുള്ളത് ഇപ്പൊ പറയുന്നില്ല. സോ ലൈക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ജന്മനെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ദേവിന്റെ പോഡ്കാസ്റ്റിലേക്ക് കാര്യങ്ങൾ പറയാനായിട്ട്, അല്ലേ ജന? പറയാൻ പറ്റില്ല. സ്റ്റേ ട്യൂൺഡ് ഗൈസ്. രതീഷേട്ടാ ഹലോ. രതീഷേട്ട വന്നിട്ടുണ്ട്. ജന്മനെ കുറെ കലയിലെ കണ്ടിട്ട് TV ഷോ ഉണ്ട്. അപ്പൊ ഷീ നോസ് ദാറ്റ്. ബട്ട് ഇപ്പൊ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. നെയിൽ പോളിഷ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. തന്റെ കൂടുതൽ എന്തിനാണ് പൊട്ടുന്നത് എനിക്കൊന്നും ചോദിക്കണം. എന്ത് ചോദിക്കുന്നത്? എനിക്ക് എന്തിനാണ് മേക്കപ്പ്? Love you too. How are you, da, മുത്തേ? എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെ നടക്കണ്ടേ? പൊട്ടി തീരില്ലല്ലേ? ബിഗ് ബോസിന്റെ നെതർലാൻഡ് സ്പോൺസേഴ്സ് ഉണ്ട്. ആ മേക്കപ്പ് ഒരു പെണ്ണിനെ അടിച്ച പിടിച്ചിട്ടില്ല. അത് ഞാനെന്താ ചെയ്യാന്നറിയോ? ബിഗ് ബോസ് രാവിലെ നേരത്തെ ഇരിക്കും. നേരത്തെ ഇട്ടിട്ട് ഫസ്റ്റ് എനിക്ക് അൻസിബാണ്. അൻസിബ ഫുള്ള് കുട്ടിയൊക്കെ ഇട്ട് റെഡി ആയി നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് അൻസിബ ചോദിക്കും ഇതിൽ എന്തൊക്കെയാ തേക്കേണ്ടതെന്ന് ചോദിക്കും. അത് മുഴുവൻ എടുത്തിട്ട് ഒരു ക്ലബ് ചെയ്തിട്ട് തേക്കുക. അത് കഴിഞ്ഞിട്ട് ജാനു വന്നിട്ട് പറയും ഇത് എന്താണ് മനുഷ്യ ആയത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കലാണ്. അതായത് അറിയാത്ത പണി ചെയ്യരുത് ചേട്ടാ. അതുകൊണ്ട് എന്നെ ഭയങ്കര കയറിയാണ്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പിണങ്ങിയിട്ടൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ നമ്മളെ ദാശികൾ. അപ്പൊ ഞാൻ എന്നെ വിളിക്കും എനിക്ക് കുടുംബമുണ്ട്. പക്ഷെ വേറെ കാര്യമുണ്ട്. ജാൻമണി എൻ്റെ നല്ലൊരു സുഹൃത്താണ്. പിന്നെ മാത്രമല്ല അത് ബിഗ് ബോസിന്റെ ഉള്ളില് അതാണ് ഞങ്ങളുടെ ബിഗ് ബോസിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ ഉള്ളിൽ എന്തെങ്കിലും കാര്യം അത് ബിഗ് ബോസിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ അത് കഴിഞ്ഞു. അത് ബ്രെയിനിൽ സ്റ്റോർ ചെയ്യണ പരിപാടി ഈ സീസണിൽ ആർക്കും ഉണ്ടായിട്ടൊന്നുമില്ല എന്നാണ് എന്റെ അറിവ്, അല്ലേ? പ്രത്യേകിച്ച് ബിഗ് ബോസ് സീസൺ 6 ഏറ്റവും ആദ്യത്തെ ഫൈറ്റ് ഞങ്ങൾ തമ്മിലാണ്. ഞാൻ വെറുതെ ആവശ്യമില്ലാതെ കണ്ടന്റ് ഉണ്ടാക്കിയതാണ്. അത് സിമ്പിൾ ആയിട്ട് ചെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ എനിക്ക് കണ്ടന്റ് വേണ്ടേ? അത് ഞാൻ ഉണ്ടാക്കിയതാണ് കണ്ടന്റ്. പക്ഷെ എന്നാലും അതേപോലെ ഞങ്ങളുടെ പ്രൊമോണ് ഏറ്റവും ഹിറ്റ് ആയത് മുറുക്കിന്റെ അല്ലേ? അതേപോലെ ഉറുമ്പിനെ ഞാൻ കളിപ്പിക്കും പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾക്ക് പറ്റാണോ? നിങ്ങൾക്ക് എന്താ രണ്ടുപേർക്കും പറ്റാണോ? പക്ഷെ രാത്രി എപ്പോഴും എനിക്ക് ഇമോഷണലായി രണ്ടുപേരെ കിടക്കുന്ന ചൂട് ഒരു ഫാന് കടിച്ച് കടിച്ച് എനിക്ക് ഭയങ്കര വിഷമല്ലേ. എത്ര നമ്മുടെ ശത്രു ഉണ്ടെങ്കിൽ എത്ര ആളുണ്ടെങ്കിലും ഒരാൾ ഉറങ്ങുന്ന ടൈമിലായി ഓരോ കടിച്ച് രണ്ടുപേർക്ക്. ഇല്ല മാത്രമല്ല ടെലികാസ്റ്റിംഗ് ഒന്നും വന്നിട്ടില്ല. ജാൻമണി ജയിലിൻ്റെ അവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് സോറി ചെയ്തിട്ടാണ്. ഞാൻ ചോദിച്ചു എന്ത്, എനിക്ക് ജയിലിലൊക്കെ ഇഷ്ടമാണ്. അപ്പൊ ഭയങ്കര കരച്ചില്. കുറെ ഒന്നും വന്നിട്ടില്ല. ഇപ്പൊ മുറുക്കിന്റെ പേരെന്താ? മുറുക്ക് കമ്മിയാ നമ്മളൊക്കെ തന്നെ വ്ലോഗ് എടുക്കുന്നുണ്ടോ? ഞാൻ എത്ര നേരത്തെ വന്നാന്ന് പറയും. ഞാൻ 2 മണിക്കൂർ മുമ്പ് വന്നതാണ്. ഒരു ഉത്തരവാദിത്തം എന്റെ പെൺകുട്ടിക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ് കേട്ടോ. കാരണം 2 മണിക്കൂർ മുമ്പ് ഷൂട്ട് പ്ലാൻ ചെയ്ത് 2 മണിക്കൂർ മുമ്പ് ഞാൻ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇതുവരെ ഷൂട്ട് എടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട്? ഞാൻ എന്റെ വീട്ടില്. ഇതാരാ? ബിഗ് ബോസ് 6 രണ്ടുപേരും ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. നല്ല ചൂട് ചായ രണ്ടുപേരും എനിക്ക് പാൽ ചായ മാത്രം. I don't eat like black tea. Oh my god. രണ്ടുപേർക്കും ചൂട് ചായ, സ്ട്രോങ് ചായ, milk tea only. ചൂട് ചായയാണോ സ്ട്രോങ് ചായയാണോ പ്രോഗ്രാം കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ടീമാണ് കേട്ടാ. നോ ടീം വേണ്ടോ? അതൊന്നും പറ്റുന്നില്ല. ഞങ്ങൾ ടീമാണ്. ഞങ്ങൾ സീസൺ 6 ടീമാണ്.
Hi, hello, namaskaram guys. Welcome to Chai Talks with Viber Good. Even hello, excuse me. Thank you so much. Video kan. ഇപ്പോ രതീഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ പ്രൊമോയിൽ നല്ല ശേഷം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ തുടങ്ങാൻ ഇറങ്ങിക്കോ ആ ഒരു ഡോറ് കാണിച്ചു നോക്കൂ വൈഫ് ഇവിടെ ഒരു വിശ്വാസം ഇല്ലെന്ന ഹസ്ബൻഡാണ് എപ്പോഴും 24 മണിക്കൂർ എന്നെ നോക്കിയിരിക്കുന്നേ. ഞാൻ ദേവനോട് പറയുന്നത് എന്നെ എയർലാക്കി തരണേ. അയ്യോ ഗുഡ്. അല്ല ഞങ്ങള് എന്റെ പൊന്നെ എല്ലാം കൂടി ഒരുമിച്ച് കിട്ടുമോ? ആണോ? എന്റെ അനിയത്തിയുടെ ഇന്റർവ്യൂ അവിടെ നല്ല ഇന്റർവ്യൂ ആയിരുന്നു. പിന്നെ ചായ ടോക്സിൽ ഞങ്ങൾ ഉണ്ട് കേട്ടോ. ഞാനും ഇതിൽ പാർട്ടാണ്. ചായ അടിക്കാൻ ചായ അടിക്കാരൻ അല്ലാതല്ല. അതെ എന്താ ബാക്കിൽ കാണിക്കുന്നത്? എന്താ ഇങ്ങനെ ഇതാണോ കാണിക്കുന്നത്? അതെ. നിങ്ങളുടെ ബാക്കിൽ അവിടെ പാമ്പ് എപ്പോഴും ഉണ്ടോ? അത് ഞാനാ. അല്ല പിന്നെ ഞാൻ ജാനോട് വിളിച്ചപ്പോ നിങ്ങളുടെ ഇന്റർവ്യൂ നടക്കാതെ മാം അവിടെ ഇതിലായിരുന്നില്ലേ തിരക്കിലായിരുന്നു. എന്നെ 4 മണിക്കുള്ളത് റീസൺ അല്ല ഞാനിതല്ലോ കുട്ടികള് നേരത്തെ നിങ്ങളിവിടെ കിളവൻ അല്ല, നമ്മള് ഞാൻ കുട്ടികളാണ്. നമുക്ക് ഉറക്കമില്ല. നിങ്ങൾ വെറുതെ 10 മണി എന്താ ചെയ്യാ? കളവനായി പോയി. എത്ര സ്നേഹത്തിലെ രക്ഷിത ഞാൻ എപ്പോഴും ഞാൻ ഒരു ഹാർട്ട് ചെയ്യുന്നുണ്ട്. സോറി കേട്ടാ എന്താ ഒരു കേട്ടില്ല. നല്ല എന്റെ പെങ്ങളാണ് എപ്പോഴും എന്റെ എല്ലാമാണ്. എന്റെ വൈഫിന് അമ്മൂനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. നല്ല മനസ്സിന്റെ ഉടമയാണ്. ലവ് യു അമ്മ ചേച്ചി. അല്ല ഒരു അതാണ് സ്നേഹം നമുക്ക് എപ്പോഴും വേണ്ടത് അല്ലേ? ജീവിതത്തിൽ എന്താ കിട്ടാൻ? ഇന്നലെ വേറെ കാര്യം ഉണ്ടായി. അത് ഞാൻ പറഞ്ഞുതരാം. അല്ലല്ല അത് എടുക്കണം. അല്ല എടുക്കാം തിരിഞ്ഞേക്കോ. അമ്മു ചേച്ചി അമ്മ ചേച്ചി ഇതണ്ട് ജാനുണ്ടോ? ജാനുന്റെ മുത്താണോ? മുത്ത് കണ്ടില്ല. ഒരെണ്ണം പോയി. അതായത് ജാനു ഉണ്ട് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്റർവ്യൂ കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതുവരെ എന്തുകൊണ്ടാണ് വിളിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അത് വിളിക്കാൻ തൃശ്ശൂരിൽ നിന്നും ഒരു ദേവ് വേണ്ടി വന്നു. അതാണ് ദേവുട്ടൻ. പിന്നെ അടുത്ത ഇന്റർവ്യൂ എപ്പോഴാ പറഞ്ഞ? ബുക്ക് ചെയ്തു എന്നും ചായ ടോക്സിൽ ഇങ്ങനെ തന്നെയല്ലേ? ബിഗ് ബോസിൽ പോണ പോലെ എനിക്ക് പിന്നെ ചായ ടോക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫ്രീഡം ആണ്. എനിക്ക് എപ്പോഴും വന്ന് കയറി കാരണം ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ്. ഷോണായാലും ശരി അല്ലെങ്കിൽ ദേവുമായാലും ശരി ഭയങ്കര ഒരു ഫ്രണ്ട്ലി ടോക്ക് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ടീമിനെ കേട്ടോ. ഞാൻ എല്ലാ ടീമിനെ ഇട്ട് ഇങ്ങനെ സിംഗാവാറില്ല. പക്ഷേ ഈ ടീമിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരും പോയിട്ട് പുറത്തേക്ക് ആക്കി കൊടുക്കുന്ന കെട്ടിപ്പിടിച്ച് വീഡിയോ ചെയ്ത പിന്നെ എനിക്ക് ദേഷ്യം പറയില്ലേ? ഞാൻ പോവാ കേട്ടോ. മതി വടക്ക് ചെയ്തില്ല. എനിക്ക് വടക്കൊന്നും ഉണ്ടായിട്ടില്ല. ഓ മൈ ഗോഡ്. ഇതെന്താ?
Guys, അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ബിനി ഹെറിറ്റേജിൽ. ഇന്നലെയും ഇന്നുമായിട്ട് പോഡ്കാസ്റ്റിൽ നമ്മുടെ കൂടെ കട്ടക്ക് നിന്ന 2 പേരാണ് ജാൻമനിയും അഭിഷേകും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബിനി ഹെറിറ്റേജിൽ. ഓൾമോസ്റ്റ് എൻ്റെ ഒരു ജേർണി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവർ 2 പേരും എനിക്കൊരു ചിൽ എനർജറ്റിക്. ഇന്നത്തെയും ആ ഒരു ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടില്ല. ഇത്രയും ഒരു പോഡ്കാസ്റ്റ് നടന്നതിൽ ഇന്നലെയും ഇന്നായിട്ട് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. താങ്ക് യു സോ മച്ച്. അപ്പം ലൈക്ക് എന്താണ് നിങ്ങൾക്ക് എനിക്ക് പറയാനുണ്ട് ബിനി ഹെറിറ്റേജിൽ ഓൾസോ ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം. ഇറ്റ്സ് റിയലി നൈസ്, ബ്യൂട്ടിഫുൾ ആൻഡ് വെരി ക്ലാസി. എനിക്കെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ തന്നെയാണ്. അപ്പൊ ബിനി എപ്പോഴും ഫുഡ് കഴിക്കാൻ വരുന്നതാണ്. പക്ഷെ സ്റ്റേ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. നല്ല ഒരു ഉള്ളിൽ ആർക്കിടെക്ട് ഇതെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്താ പറയാ, ഇന്റീരിയേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോൾ ആക്ച്വലി ബിനി ഇവിടെ കുറെ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ട്. അത് ഇവര് റിനോവേറ്റ് ചെയ്തപ്പോ ഹെറിറ്റേജ് ആക്കിയിട്ട് ഒരു 1 year ആയിട്ട് 1 or 2 എനിക്കറിയില്ല 2 years ആയിട്ടുണ്ടാവുള്ളൂ. വെരി നൈസ്. So next time I'm coming and please give me the room. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. നമ്മുടെ വൈബാക്കുട്ടിന്റെ ഒരു വ്ളോഗിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിലും ഐ എം സോ ഹാപ്പി. ആൻഡ് നെക്സ്റ്റ് വീഡിയോയില് നമുക്ക് എന്താ പറയാ ഒരുപാട് സംഭവങ്ങളും വേറെ കുറെ വ്ളോഗ്സും കാര്യങ്ങളായിട്ട് നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.